ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ആരോഗ്യമുള്ള തലമുറയാണ് രാജ്യത്തിന്റെ പുരോഗതി. ജനനം മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നിരവധി പദ്ധതികളാണ് ആരോഗ്യ വകുപ്പ് നടത്തിവരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്താത്തതാണ് ഇതിന്റെ വിജയത്തിന് ദോഷകരമായി ഭവിക്കുന്നത്. ഇനി പ്രധാന വാർത്തകൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്യൂൺ വാച്ച്മാൻ തസ്തികയിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ കിരണം പദ്ധതി. സൗജന്യ ചികിത്സയും ബോധവൽക്കരണവുമായി ബീച്ച് ആശുപത്രിയിൽ ആരോഗ്യ കിരണം ഹെൽത്ത് മേള. മൃഗഡോക്ടർമാരുടെ സമരം 10ാം ദിനം പിന്നിട്ടു. സർക്കാർ അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. വാർത്തകൾ വിശദമായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്യൂൺ വാച്ച്മാൻ നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റിൽ വൻ അഴിമതി നടന്നതായി യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു ആരോപിച്ചു. പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താൻ അനുവദിക്കില്ലെന്നും അഭിമുഖം മാറ്റി യഥാർത്ഥ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. എഴുത്തുപരീക്ഷ കഴിഞ്ഞ് നടത്തിയ അഭിമുഖത്തിനു ശേഷം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നിലപാടിനെ മറികടന്നാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇന്റർവ്യൂവിന് മുൻപ് കോഴിക്കോട്ടുള്ള KPCC അംഗമായ സിൻഡിക്കേറ്റ് മെമ്പറും മലപ്പുറത്തുള്ള ലീഗിന്റെ സിൻഡിക്കേറ്റ് മെമ്പറും 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ആവശ്യപ്പെട്ടു. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് വലിയ തുക വാങ്ങി അവസാന റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കുകയാണ് ഉണ്ടായതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു പറഞ്ഞു. ഈ KPCCയുടെ നേതാവും കോഴിക്കോടുകാരനായിട്ടുള്ള KPCC മെമ്പർ സിൻഡിക്കേറ്റ് മെമ്പറുമായിട്ടുള്ള അദ്ദേഹവും മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവും ഈ നിയമനവുമായി ബന്ധപ്പെട്ട് തെരുവ് യാചകരേക്കാൾ തരംതാണ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എഴുത്തുപരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവരെ വഞ്ചിച്ച് അഭിമുഖത്തിൽ വൻ ക്രമക്കേട് നടത്തിയാണ് നിലവിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. പ്യൂൺ വാച്ച്മാൻ നിയമനത്തിന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താൻ അനുവദിക്കില്ലെന്നും അഭിമുഖം മാറ്റി നടത്തി യഥാർത്ഥ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കണമെന്നും യുവമോർച്ച ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ഗവർണർക്കും വിജിലൻസിനും പരാതി നൽകുമെന്നും മാർച്ച് 11-ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടത്തുമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു പറഞ്ഞു. വെറ്റിനറി ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം 10ാം ദിനം പിന്നിട്ടു. ആവശ്യങ്ങൾ അംഗീകരിക്കാനോ വേണ്ട നടപടികൾ കൈക്കൊള്ളാനോ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുമൂലം കഷ്ടത അനുഭവിക്കുന്നത് ഏറെയും കർഷകരും മിണ്ടാപ്രാണികളുമാണ്. വെറ്റിനറി ഡോക്ടർമാരുടെ സമരം 10ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാനോ വേണ്ട നടപടികൾ കൈക്കൊള്ളാനോ 10 ദിനങ്ങൾ പിന്നിടുമ്പോഴും ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും തന്നെ നടപ്പിലായില്ല. ഗീതാ പോറ്റി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, 10ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ അവഗണന പരിഹരിക്കുക, വകുപ്പ് പുനഃസംഘടന വികലമാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 22 മുതലാണ് വെറ്റിനറി ഡോക്ടർമാർ ജില്ലാ മൃഗാശുപത്രിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. നാളിതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇനിയും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിരാഹാര സമരവുമായി മുന്നോട്ടു പോകുമെന്നും സമരസമിതി പ്രസിഡന്റ് ഡോക്ടർ കെ ബേബി പറയുന്നു. വെറ്റിനറി ചികിത്സാ രംഗത്ത് നിരവധി ഗുണകരമായ മാറ്റങ്ങൾ, പുതിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, രാത്രികാല ചികിത്സാ സേവനം, ലാബുകൾ, പരിശീലനങ്ങൾ തുടങ്ങി വെറ്റിനറി ഡോക്ടർമാരുടെ മികച്ച സേവനം കർഷകർക്ക് എത്തിക്കുന്നതിനും ഡോക്ടർമാരുടെ പ്രാഗൽഭ്യം വർദ്ധിക്കാനാവശ്യമായ നിരവധി നിർദ്ദേശങ്ങളും അടങ്ങിയ റിപ്പോർട്ടായിരുന്നു ഗീതാ പോറ്റി കമ്മീഷൻ റിപ്പോർട്ട്.
എന്നാൽ സർക്കാർ ഇത് പൂഴ്ത്തിവെക്കാനാണ് ശ്രമിച്ചതെന്ന് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നു. പേവിഷബാധയേറ്റ മൃഗങ്ങളെ പരിചരിക്കേണ്ട ഡോക്ടർമാർക്ക് കൃത്യമായ ആനുകൂല്യം പോലും സർക്കാർ നൽകുന്നില്ലെന്ന് ആരോപണമുണ്ട്. 10ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലും അവഗണന നേരിടേണ്ടി വന്നു. മൃഗസംരക്ഷണ വകുപ്പ് പുനഃസംഘടന വികലമാക്കാനുള്ള നീക്കവും ശക്തമായതോടെയാണ് വെറ്റിനറി ഡോക്ടർമാർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. മറ്റു വകുപ്പുകളിലുള്ളവർ കൂടിയ ശമ്പളം വാങ്ങുമ്പോൾ വെറ്റിനറി ഡോക്ടർമാർക്ക് അർഹമായ ശമ്പളം പോലും ലഭ്യമാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. മറ്റു തൊഴിൽ മേഖലയേക്കാൾ കർഷകർക്കും മിണ്ടപ്രാണികൾക്കും ആശ്വാസമാകുന്ന വെറ്റിനറി ഡോക്ടർമാരെ തഴയുന്ന നിലപാടാണ് സമീപകാലങ്ങളിലായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സമരസമിതി അംഗങ്ങൾ പറയുന്നു. മൃഗാശുപത്രിക്ക് മുന്നിൽ തുടരുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇൻഫാം സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ആന്റണി കൊഴുവനാലും എത്തിയിരുന്നു. IVA പ്രസിഡന്റ് ഡോക്ടർ മാധവൻ കെ, KGVOA സെക്രട്ടറി ഡോക്ടർ ബിനീഷ്, ഡോക്ടർ സിന്ധു ബാലൻ, പ്രിയ കെ നായർ, CBK ചാക്കോ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത്. സൌജന്യമായാണ് പദ്ധതിയിലൂടെ രോഗികൾക്ക് ചികിത്സ ലഭ്യമാകുന്നത്. ന്യൂറോളജി, കാർഡിയോളജി, എൻഡോക്രൈനോളജി, പീഡിയാട്രിക്, ഗൈനക്കോളജി, ഡെർമറ്റോളജി തുടങ്ങിയ 10 വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ക്യാമ്പിൽ ലഭ്യമായത്. ഇതുകൂടാതെ 68 നഴ്സുമാരും ഫാർമസിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരും സേവന പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ OP ടിക്കറ്റ് എടുക്കുന്നതു മുതലാണ് ഈ പദ്ധതിക്ക് അർഹരാവുക. പദ്ധതിയുടെ ഭാഗമാകുന്നതോടെ ജനനം മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചികിത്സ സൌജന്യമായിരിക്കും. ഹൃദ്രോഗം, മസ്തിഷ്ക നാഡീ സംബന്ധ രോഗങ്ങൾ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ, വളർച്ചക്കുറവ്, മറ്റു ഗുരുതര പ്രശ്നങ്ങൾ എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ അത് പദ്ധതിയിലൂടെ ലഭ്യമാകും. ഗുരുതരമായ രോഗങ്ങളിൽ സർജറി ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയെ ലഭ്യമാക്കാനും ആരോഗ്യ കേരളം ലക്ഷ്യമിടുന്നുണ്ട്. RBSK പദ്ധതിയിലൂടെ സൌജന്യ ചികിത്സ ലഭ്യമാകുന്ന ജന്മവൈകല്യങ്ങൾ, പോഷണ പ്രശ്നങ്ങൾ തുടങ്ങിയ രോഗങ്ങൾക്ക് BPL, APL വ്യത്യാസമില്ലാതെ സൌജന്യമായാണ് ചികിത്സ ലഭ്യമാകുന്നത്. ആരോഗ്യകരണം പദ്ധതിയുടെ ഭാഗമായി OP ടിക്കറ്റ്, മരുന്നുകളുടെ വില, ലബോറട്ടറി പരിശോധനകൾ, ചികിത്സാ ചിലവുകൾ തുടങ്ങിയ എല്ലാ ചിലവുകളും പദ്ധതി പ്രകാരം സർക്കാർ സൌജന്യമായി വഹിക്കും. സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത പരിശോധനകൾ, മരുന്നുകൾ എന്നിവ തിരഞ്ഞെടുത്ത സർക്കാർ അംഗീകൃത സ്വകാര്യ ലാബുകൾ വഴിയും മെഡിക്കൽ ഷോപ്പുകൾ വഴിയും സൌജന്യമായി ലഭിക്കും. പദ്ധതിയുടെ ഭാഗമായി നിരവധി പേർക്കാണ് പരിശോധനയും തുടർ ചികിത്സയും സൌജന്യമായി ലഭിച്ചത്. വരും ദിവസങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിച്ച് കൂടുതൽ രോഗികൾക്ക് ആശ്വാസം പകരാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് 40ാം വാർഷികാഘോഷങ്ങൾ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജൂബിലി അവാർഡ് മാപ്പിള കവി യഹിയ തളങ്കരയ്ക്ക് സമ്മാനിച്ചു. മാപ്പിളപ്പാട്ടുകൾ, മാപ്പിള കലകൾ എന്നിവയുടെ തനിമ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതിനും അവ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനുമായി രൂപവൽക്കരിക്കപ്പെട്ട കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷന്റെ വാർഷികം വിപുലമായി നടന്നു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും സംഘടനയുടെ ഈ വർഷത്തെ ജൂബിലി അവാർഡ് വിതരണവും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും സംസ്കാരവും ആചാരങ്ങളുമാണ് മാപ്പിളപ്പാട്ടുകളെന്നും അവയുടെ സംരക്ഷണം നിർവഹിക്കാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കഴിവുള്ള ആളുകൾ, അന്നത്തെ നിലയിൽ സ്വതസിദ്ധമായി കഴിവുള്ള ആളുകൾ രചിച്ച ആ പാട്ടുകളൊക്കെ ഒരു കണക്കിന് വലിയ ചരിത്രം കൂടിയാണ്. ഈ വർഷത്തെ ജൂബിലി അവാർഡ് ദുബൈയിലെ പ്രമുഖ വ്യവസായിയും മാപ്പിളപ്പാട്ട് കവിയുമായ യഹിയ തളങ്കര മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഓളം കരുവാരക്കുണ്ടിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചടങ്ങിൽ പ്രമുഖ മാപ്പിളപ്പാട്ട് രചയിതാവ് OM കരുവാരക്കുണ്ടിനെയും ആദരിച്ചു. യഹിയ തളങ്കര, കേസ്മെൻ ഡിജിറ്റൽ മീഡിയ വൈസ് ചെയർമാൻ MV കുഞ്ഞാമു, T മുഹമ്മദ് അലി എന്നിവർ ആദരവിന് അർഹരായവരെ പൊന്നാടി അണിയിച്ചു. ഈ സംഘടനയുടെ ട്രഷറർ കൂടിയായ MV കുഞ്ഞാമു അവർകളാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ പാട്ട് അന്താക്ഷരി മത്സരം ഡോക്ടർ K കുഞ്ഞാലി അധ്യക്ഷം വഹിച്ചു. MP ഇംബിച്ച് അഹമ്മദ്, NC അബൂബക്കർ, EV ഉസ്മാൻ കോയ, PT മുസ്തഫ, NA റസാഖ്, R ജയന്തുകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മാപ്പിള ഗാനങ്ങൾ കോർത്തിണക്കിയ അന്താക്ഷരിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തമിഴ്നാടൻ പെരുമ വിളിച്ചോതി അമ്മൻകൊട മഹോത്സവം. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മഞ്ഞ നീരാട്ടിൽ വിദേശികളടക്കം നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. വാദ്യമേളങ്ങളുടെ അകമ്പടി ആഘോഷ പരിപാടികൾക്ക് മിഴിവേകി. നഗരത്തിലെ തിരക്കുപിടിച്ച പാളയം മാർക്കറ്റിന് അമ്മൻകൊട മഹോത്സവത്തിലെ മഞ്ഞ നീരാട്ട് ഒരു ആവേശമാണ്.
തമിഴ്നാട്ടിലെ മാരിയമ്മൻ ക്ഷേത്രത്തിന്റെ സമയപുരം മാരിയമ്മയുടെ പൂജകർമ്മങ്ങൾ അനുകരിക്കുന്ന മലബാറിലെ ഏക ക്ഷേത്രമായ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങാണ് മഞ്ഞനീരാട്ട്. വർഷങ്ങളായി അനുഷ്ഠിച്ചു വരുന്ന ചടങ്ങാണിത്. മാരിയമ്മയുടെ വിവാഹ ചടങ്ങുകളാണ് അമ്മൻകൊട മഹോത്സവം. ഈ മഹോത്സവത്തിലെ മഞ്ഞനീരാട്ട് കാണാൻ വിദേശികളടക്കമുള്ള ഭക്തരുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. മഹോത്സവത്തിന്റെ അവസാന ദിനത്തിൽ തളി രേണുക മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും മാവിളക്ക് എഴുന്നള്ളത്തെത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്നാണ് ഉടുക്കുപാട്ട്. ഉടുക്കുകൊട്ടി ഈണം കൊണ്ട് പാടുന്ന പാട്ട് ക്ഷേത്രാങ്കണത്തെ ഭക്തിസാന്ദ്രമാക്കി. പിന്നീട് വാദ്യമേളങ്ങളുടെ അകമ്പടികളോടുകൂടി മഞ്ഞനീരാട്ടിന്റെ തയ്യാറെടുപ്പുകളിലേക്ക് കടന്നു. വ്രതമെടുത്ത് കാപ്പുകെട്ടിയ കരകങ്ങൾ പട്ടണിഞ്ഞ് ദേഹം മുഴുവൻ ചന്ദനം പൂശി ക്ഷേത്രം പ്രദർശനം ചെയ്തു. തുടർന്ന് ഉറഞ്ഞുതുള്ളി തിളച്ചു പതയുന്ന മഞ്ഞൾ വെള്ളത്തിൽ സ്നാനം ചെയ്തുകൊണ്ടാണ് മഞ്ഞനീരാട്ട് ചടങ്ങ് നടത്തിയത്. സ്നാനം ചെയ്ത കരകങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോൾ ഭക്തർ തങ്ങളുടെ പരിദേവനങ്ങൾ നാണയപ്പറയായും കുങ്കുമപ്പറയായും എള്ളുപറയായും നെല്ലുപറയായും സമർപ്പിച്ചു. തളി ക്ഷേത്രക്കുളത്തിൽ കരകം ചൊരിയൽ ചടങ്ങ് നടന്നതോടെ ക്ഷേത്രം നടയടച്ചു. തുടർന്നുള്ള പ്രസാദോട്ടോടുകൂടി 3 ദിവസം നീണ്ട ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. മാർച്ച് 1 ചൊവ്വാഴ്ച ഭക്തിനാടകം നൃത്തശില്പം. മാർച്ച് 2 ബുധനാഴ്ച ഓംകാരം ക്രിയേഷന്റെ കലാപരിപാടികൾ. മാർച്ച് 3 ഡ്രം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേള. മാർച്ച് 4 നൃത്ത മത്സരങ്ങൾ. മാർച്ച് 5 ടൈം ജോക്സിന്റെ മെഗാ ഷോ. മാർച്ച് 6 തെപ്പോത്സവം. മാർച്ച് 7 ആറാട്ട് കൊടിയിറക്കൽ ചടങ്ങിന് ശേഷം രാത്രി 12 മണിക്ക് മെഗാ ഗാനമേള. പുലർച്ചെ 3 മണിക്ക് കരിമരുന്ന് പ്രയോഗം. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. ഈ സിസ്റ്റം വീണ്ടും ഹാങ് ആയല്ലോ. വർക്കാണെങ്കിൽ തീർന്നിട്ടുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ വീട്ടിൽ പോകാൻ പറ്റുക? കുട്ടിക്ക് എന്താ ഷീസ്റ്റിൽ താമസിച്ചൂടെ? അതെന്താ സംഭവം? നമ്മളെപ്പോലെ ജോലിയുള്ള സ്ത്രീകൾക്ക് സ്വന്തം വീട് പോലെ സുരക്ഷിതമായി താമസിക്കാൻ സർക്കാർ ഒരുക്കിയ സ്ഥാപനം. വൃത്തിയും വെടിപ്പുമുള്ള വിശാലമായ മുറികളാണ് ഇവിടെയുള്ളത്. AC റൂമുകളുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗകര്യമുണ്ട്. ഇന്റർവ്യൂവിനും പരീക്ഷയ്ക്കും മറ്റുമെന്ന് നഗരത്തിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് സുരക്ഷിതമായി താമസിക്കാം ഇവിടെ. എവിടെയാണത്? എരഞ്ഞിപ്പാലത്ത്. ഇപ്പൊ എന്റെ കുറെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി എന്തെല്ലാം സംവിധാനമാണ് നമ്മുടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം. ഷീ സ്റ്റേ കേരള സർക്കാരിന് കീഴിൽ വനിതാ വികസന കോർപ്പറേഷന്റെ പുതിയ സംരംഭം. വിശാലമായ 3 നില കെട്ടിടത്തിൽ 100 പേർക്ക് താമസ സൗകര്യം, AC റൂമുകൾ, വൈഫൈ സംവിധാനം, നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, നാപ്കിൻ ഇൻസിനേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം. കേരളത്തിലെ ആദ്യത്തെ ഷീ സ്റ്റേ. ഷീ സ്റ്റേ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു താമസ സൗകര്യം. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. വാർത്തകൾ തുടരുന്നു. ജപ്പാൻ കുടിവെള്ളം ഫറോക്ക് ഏരിയയിലെ മുഴുവൻ സ്ഥലങ്ങളിലും എത്തിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഫറോക്ക് ഏരിയ സമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. വനിതാ പ്രതിനിധികൾ അണിചേർന്ന ശക്തി പ്രകടനത്തോടെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഫറോക്ക് ഏരിയ സമ്മേളനത്തിന് തുടക്കമായത്. ബീച്ച് റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയായ ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിച്ചു. തുടർന്ന് മുതിർന്ന അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായ ശീലാവതി ടീച്ചർ പതാക ഉയർത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സമ്മേളനത്തിൽ കൂടുതൽ സുശക്തമായിട്ടുള്ള നിലയിൽ കൂടുതൽ കെട്ടുറപ്പോടെ നമ്മുടെ സ്ത്രീകൾ സംഘടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുക്കാം. ഈ ഏരിയ സമ്മേളനത്തിൽ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ ആകെ തന്നെ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ ആ പ്രവർത്തന റിപ്പോർട്ടിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചയാണ് ഈ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ടുള്ളതിന്റെ കാതൽ എന്ന് പറയുന്നത്.
കെ ശൈലജ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുഷ്പജ, NK ഗീത, ദീനപ്രഭ, സുലേഖ, കെ ശൈലജ, സുജാത ടീച്ചർ, കെ സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. ജപ്പാൻ കുടിവെള്ളം ഫറോക്ക് ഏരിയയിലെ മുഴുവൻ സ്ഥലങ്ങളിലും എത്തിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. NK ഗീതയെ സെക്രട്ടറിയായും സുധർമ്മയെ പ്രസിഡന്റായും കെ ശൈലജയെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ അങ്ങേയറ്റം കൊള്ളയടിക്കുകയാണെന്നും ആര് ഭരിച്ചാലും വ്യാപാരികൾക്കെതിരെ നടപടികളെടുത്താൽ സമിതി പ്രതിഷേധിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ള കോയ പറഞ്ഞു. സംഘടനയുടെ സിറ്റി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് KM റഫീഖ് പതാക ഉയർത്തിയതോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി. ദാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ AT അബ്ദുള്ള കോയ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അങ്ങേയറ്റം കൊള്ളയടിക്കുകയാണെന്നും ഏതു ഗവൺമെന്റ് ഭരിച്ചാലും വ്യാപാരികൾക്കെതിരെ നടപടികളെടുത്താൽ സമിതി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ടാക്സ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത്ര രൂപയാകുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരു നിശ്ചിത ശതമാനം എത്ര ഞങ്ങൾ കൂട്ടി ടാക്സ് ഈ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാകുന്നുവോ അതിന്റെ 1% നിങ്ങൾക്ക് വേണ്ടി തരാം. ആവശ്യപ്പെട്ടത് 2%. KM റഫീഖ് അധ്യക്ഷനായ ചടങ്ങിൽ സിറ്റി സെക്രട്ടറി CV ഇക്ബാൽ, സമിതി ജില്ലാ സെക്രട്ടറി EK വിജയൻ, സിറ്റി മുൻ പ്രസിഡന്റ് K ശ്രീധരൻ, മുൻ സംസ്ഥാന സെക്രട്ടറി PK ഗിരീഷ്, സിറ്റി വൈസ് പ്രസിഡന്റ് T ശശിധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സൂര്യ ഗഫൂർ രാജധാനി, ജില്ലാ ട്രഷറർ മേച്ചേരി ബാബുരാജ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാറാട് പ്രദേശത്തെ ജനങ്ങളെ ഒരുമയോടെ ജീവിക്കാൻ സർക്കാർ അനുവദിക്കണമെന്ന് മാറാട് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. മാറാട് കേസിൽ ജാമ്യം ലഭിച്ചവരുടെ ജാമ്യ വ്യവസ്ഥകളിൽ സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജാമ്യം ലഭിച്ചവർക്ക് ഇന്ന് വരെ അവരുടെ പ്രദേശത്ത് പോയി കുടുംബത്തോടൊപ്പം താമസിക്കാൻ കഴിയുന്നില്ല. കോടതിയുടെ സമീപനം ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ സമീപനം അവർക്ക് ഈ ജാമ്യ വ്യവസ്ഥ ഇളവ് നൽകുക എന്നാണെങ്കിൽ ശക്തമായി സർക്കാർ അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. മാറാട് കേസിൽ ജാമ്യം ലഭിച്ചവരുടെ ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് അനുവദിക്കാൻ കോടതി തയ്യാറാണ്. എന്നാൽ ജാമ്യം ലഭിച്ചവരെ പ്രദേശത്തേക്ക് കടത്തരുതെന്ന സർക്കാർ നിലപാട് മൂലം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറാവുന്നില്ലെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ജാമ്യം ലഭിച്ചവർ ഏതൊക്കെയോ പ്രദേശത്ത് സുഖമായി ജീവിക്കുകയാണെന്നാണ് സർക്കാർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് മാറാട് മേഖലയിൽ 60ഓളം കുടുംബങ്ങൾ നിത്യദുരിതത്തിലാണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. മാറാട് കേസിൽ ജാമ്യം ലഭിച്ചവരെ തിരിച്ചുവരാൻ അനുവദിക്കണമെന്നും ജനങ്ങളെ ഒരുമയോടെ ജീവിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് മാറാട് ജനകീയ സമരസമിതി മാർച്ച് 10 കിഡ്സൺ കോർണറിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുമെന്നും സജീർ മാത്തോട്ടം, കെ റുഖിയ, A ഹനീഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഴയ തലമുറയിൽ നിന്ന് പുതുതലമുറ വീണ്ടെടുത്ത കത്തുകളുടെ പ്രദർശനത്തിന് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ തുടക്കമായി. ചരിത്രാധ്യാപകനായ വസിഷ്ഠിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി കോളേജ് യൂണിയനാണ് പരിപാടി സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് പ്രദർശനം ഒരുക്കിയത്. പണ്ടുകാലത്ത് സ്നേഹം പങ്കിടാനും ആശയം കൈമാറാനുമാണ് കത്തുകൾ അയച്ചിരുന്നത്. കത്തയക്കുന്ന വ്യക്തിക്കും സ്വീകരിക്കുന്ന വ്യക്തിക്കും തമ്മിൽ പറയാനുള്ളതെല്ലാമാണ് കത്തിന്റെ ഉള്ളടക്കം. പണ്ട് ഓഫീസ് കാര്യങ്ങൾക്കും മറ്റും ആശ്രയിച്ചിരുന്നതും കത്തുകളെയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ ചുവരുകളെ ഇന്ന് അലങ്കരിക്കുന്നത് പ്രധാനപ്പെട്ട കത്തുകളാണ്. വയലാർ അവാർഡ് ജേതാവും പ്രശസ്ത എഴുത്തുകാരനുമായ സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരാമുഖം എന്ന നോവലിലെ കത്തുകളുടെ പ്രദർശനമാണ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. ജിതേന്ദ്രന്റെ കത്തുകൾ എന്ന പേരിൽ നടക്കുന്ന കത്തുകളുടെ പ്രദർശനം ഒരുക്കിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ന്യൂ ജനറേഷൻ കത്തുകൾ എന്നാൽ വെറും ഓർമ്മകൾ മാത്രമല്ലെന്നും മറിച്ച് നഷ്ടമായ ആശയവിനിമയ രീതിയുടെ വീണ്ടെടുക്കലാണെന്ന് തെളിയിക്കുകയുമായിരുന്നു വിദ്യാർത്ഥികൾ. സുഭാഷ് ചന്ദ്രൻ തന്റെ യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യയ്ക്കെഴുതിയ കത്തുകളാണ് മനുഷ്യന് ഒരാമുഖം നോവലിൽ 4 ഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കത്തുകൾ കാലാനുക്രമത്തിൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാനാണ് ശ്രമിച്ചതെന്ന് ചരിത്രാധ്യാപകൻ വസിഷ്ഠ് പറയുന്നു. 40ഓളം ചിത്രങ്ങളാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രദർശനത്തിനുള്ളത്. എഴുത്തുകാരന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കത്തുകൾ ഒരുക്കിയത് ചരിത്രാധ്യാപകനായ വസിഷ്ഠും വിദ്യാർത്ഥികളും മുൻകൈയെടുത്താണ്. ചരിത്രപ്രധാനമായ കത്തുകളുടെ പ്രദർശനം പഴയ തലമുറയിൽ നിന്ന് പുതുതലമുറ വീണ്ടെടുത്ത ഗതകാലാനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് ഇനി പുതിയ മുഖം. ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ബീച്ച് പദ്ധതിക്ക് തുടക്കമായി. 12 കോടിയുടെ നവീകരണ പദ്ധതികൾ 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കും.
ബീച്ച് ആശുപത്രിയുടെ പൈതൃകം നിലനിർത്തി സാധാരണക്കാർക്ക് മികവുറ്റ ആരോഗ്യ പരിചരണം നൽകാനായി കേരള ചേംബർ ഓഫ് കൊമേഴ്സ് നോർത്ത് റീജിയന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. ബ്യൂട്ടിഫിക്കേഷൻ, എൻറിച്ച്മെന്റ് ആൻഡ് ക്ലീൻനെസ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന പദ്ധതിക്കാണ് തുടക്കമായത്. നോർത്ത് നിയോജക മണ്ഡലം ആസ്തി വികസന നിധിയിൽ നിന്ന് എ പ്രദീപ് കുമാർ MLA യുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ചേർത്താണ് MLA യുടെ നേതൃത്വത്തിൽ കേരള ചേംബർ പൊതുജന പങ്കാളിത്തത്തോടെ 12 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കുന്നത്. മാലിന്യ സംസ്കരണം, കുടിവെള്ള പദ്ധതി, ക്യാന്റീൻ നവീകരണം, OP ടിക്കറ്റ് കൌണ്ടർ നവീകരണം, വന്ധ്യതാ നിവാരണ യൂണിറ്റ്, പൂന്തോട്ടം വിശ്രമ കേന്ദ്രം, ആരോഗ്യ മ്യൂസിയം തുടങ്ങിയവയാണ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നത്. എ പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. ചേംബർ പ്രസിഡന്റ് ആഷിഖ് പരോൾ, കലക്ടർ N പ്രശാന്ത്, ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ KG അലക്സാണ്ടർ, ഹൈലൈഫ് ഗ്രൂപ്പ് CMD P സുലൈമാൻ, പാരഗൺ ഗ്രൂപ്പ് MD സുമേഷ് ഗോവിന്ദ്, കൌൺസിലർ തോമസ് മാത്യു, DMO ഡോക്ടർ RL സരിത, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A സാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്തുപാലം ഗ്രൌണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, 1000കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും 1000കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. ജയരാജൻ PM അഹമ്മദ് കോയ മെമ്മോറിയൽ ഷട്ടിൽ ടൂർണമെന്റിന് കാളൂർ റോഡിൽ തുടക്കമായി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സി ജയരാജൻ PM അഹമ്മദ് കോയ മെമ്മോറിയൽ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റിന് ആഴ്ചവട്ടം മാങ്കാവിൽ തുടക്കമായി. സി ജയരാജൻ മെമ്മോറിയൽ ഇൻഡോർ കോർട്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററും ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പ്രസിഡന്റുമായ PV ചന്ദ്രൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ MP രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ജനറൽ കൺവീനർ ഗംഗാധരൻ മുല്ലശ്ശേരി, കൌൺസിലർമാരായ ഷാഹിദ PP, മനക്കൽ ശശി, മലബാർ ബാഡ്മിന്റൺ അക്കാദമി ചെയർമാൻ അലോക് കുമാർ സാബു, V മുഹമ്മദ്, S വേണുഗോപാൽ, പതിയേരി ബാബുരാജ്, BK പ്രേമൻ, അസീസ് മണലൊടി, കോഴിക്കോട് നാരായണൻ നായർ, രഞ്ജിത്ത് കുമാർ, മുരളീധരൻ, CK കണ്ടൻകുട്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് 2ാം ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂളിൽ നടന്നു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ PK രാജു അഭിവാദ്യം സ്വീകരിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയ SPC ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. 2 വർഷത്തെ പരിശീലനത്തിലൂടെ 44 അംഗ കുട്ടി പോലീസാണ് വിജയകരമായി ദൌത്യം പൂർത്തിയാക്കിയത്. പോലീസ് അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ PK രാജു സല്യൂട്ട് സ്വീകരിച്ച് അഭിസംബോധന ചെയ്തു. ഇത്രയും മനോഹരമായ ചിട്ടയോടുകൂടിയ ഈ വെയിലത്തും വെയിൽ താങ്ങി നിന്നുകൊണ്ട് ഈ ഒരു പരേഡ് അർപ്പിച്ചതിന് പിന്നിൽ ധാരാളം ആൾക്കാർ, അധ്യാപകര് വരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായിട്ടുള്ള ആൾക്കാര്, ടീച്ചേഴ്സ്, അതുപോലെ ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ് തുടങ്ങിയ ആൾക്കാരുടെ എല്ലാം, അതുപോലെ തന്നെ എല്ലാ പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ
ഇവരുടെ എല്ലാം ചേർന്ന ഒരു ടീം ബേപ്പൂരിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് നമുക്കൊരു നല്ല പരേഡ് അച്ചടക്കത്തോടുകൂടി ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചത്. SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ മോഹൻകുമാർ, പോലീസ് CPOമാരായ കെ റിജിത്ത്, കെ ഹാജിറ, സ്കൂൾ CPO ജോബി ആൽബർട്ട്, SCPO VP സബീറ എന്നിവർ പാസിംഗ് ഔട്ടിൻ പരേഡിന് നേതൃത്വം നൽകി. കൌൺസിലർ N സതീഷ് കുമാർ, പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാന അധ്യാപിക V ജീജ, ചെറുവണ്ണൂർ CA TP ജേക്കബ്, ബേപ്പൂർ SI A അജീഷ്, PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, വൈസ് പ്രസിഡന്റ് KV മുസ്തഫ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരും സംഘവും അവതരിപ്പിച്ച തൃത്തായമ്പക ആസ്വാദകരുടെ മനം കവർന്നു. വൈകിട്ട് തറവാട്ടിൽ നിന്ന് കാഴ്ചവരവ്, ദീപാരാധന, ആചാര്യവരണം, മുളയിടൽ എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റം നടന്നത്. ബുധനാഴ്ച രാത്രി പ്രമോദ് ഐക്യപ്പടി ആധ്യാത്മിക പ്രഭാഷണം നടത്തി. ബുധനാഴ്ച മുതൽ 7 വരെ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീവേലി, മുളപൂജ, നവകം പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, കാഴ്ച ശീവേലി, ദീപാരാധന, ഭഗവതി സേവ, ദേവീഗാനവും നൃത്തവും, കോയമ്പത്തൂർ രംഗസ്വാമിയും സംഘവും നയിക്കുന്ന നാഗസുര കച്ചേരി എന്നിവയും ഉണ്ടാകും. ബേപ്പൂർ നടുവട്ടം വെള്ളായിക്കോട്ട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. തന്ത്രി പട്ടാമ്പി അണ്ടലാടി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും ശുദ്ധികലശവും നടന്നു. ഗുരു, കരുമകൻ, നാഗകാളി, ഭഗവതി, ഇട്ടിക്കുറുമ്പി, രക്തശ്രീ, കരിങ്കാളി, ഗുളികൻ വെള്ളാട്ടും തിറകളും നടന്നു. ക്ഷേത്രോടമ മനേത്ത് കോവിലത്ത് ഗോദവർമ്മ രാജ, കോയ്മ കൊല്ലരിക്കൽ രവീന്ദ്രൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്സവാഘോഷ പരിപാടികൾ നടന്നത്. മനേത്ത് കോവിലകം കരുവകൻകാവിൽ നിന്നാണ് കലശം എഴുന്നള്ളത്ത് വന്നത്. അന്നദാനം, വെള്ളാട്ടുകൾ, തായമ്പക, താലപ്പൊലി, തിറ, മഞ്ഞ താലപ്പൊലി, ഗുരുതി, ചാന്തുതിറ എന്നിവ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് MK രാഘവൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നടന്നു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ച പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ N സതീഷ് കുമാർ, പ്രധാന അധ്യാപിക V ജീജ, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ ശശികുമാർ P, MPTA പ്രസിഡന്റ് K പ്രജിത, PTA വൈസ് പ്രസിഡന്റ് KV മുസ്തഫ, ഡോക്ടർ MP പത്മനാഭൻ, TK അബ്ദുൽ ഗഫൂർ, NM ജാഫർ, പ്രിൻസിപ്പൽ PJ ലൂസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാഗർ സരണി ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികാഘോഷ പരിപാടികൾ തമ്പുരാമ്പടി പരിസരത്ത് നടന്നു. ഒരുമ സ്വയം സഹായ സംഘം പ്രസിഡന്റ് പൊന്നത്ത് ദേവൻ അധ്യക്ഷം വഹിച്ച പരിപാടി മാറാട് സബ് ഇൻസ്പെക്ടർ സുബീഷ് മോൻ KS ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജഡ്ജി അണ്ടത്തോടത്ത് സുകുമാരൻ, പടന്നവളപ്പിൽ രാജു, ആലപ്പാട്ട് ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നടൻ ബാബുസ്വാമി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പയ്യേരി ഷിജിത്ത്, മപ്പുറത്ത് ബൈജു, കളരിക്കൽ മനോജ്, ആലപ്പാട്ട് ജയപ്രകാശ്, പാലോഴിത്താഴത്ത് ലാലു, വലിയവീട്ടിൽ പ്രകാശൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഉഗ്രം ഉജ്ജ്വലം എന്നീ റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തമായ കരാട്ടെ കുടുംബം മനോജ് മഹാദേവൻ, ബിന്ദു മഹാദേവൻ എന്നിവർ അവതരിപ്പിച്ച അതിസാഹസിക കരാട്ടെ പ്രകടനവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പോളിടെക്നിക് വിദ്യാർത്ഥി യൂണിയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവം മാർച്ച് 4, 5, 6, 7, 8 തീയതികളിൽ വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ വെച്ച് നടക്കും. സംസ്ഥാനത്തെ 70 കോളേജുകളിൽ നിന്നായി 66 ഇനങ്ങളിൽ 3000-ഓളം കലാകാരന്മാർ 5 ദിവസങ്ങളിലായി കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ ജനപ്രതിനിധികളും കലാസാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കുമെന്നും വൈസ് ചെയർമാൻമാരായ ശാന്തമ്മ, ലിൻഡോ ജോസഫ് തുടങ്ങിയവർ പറഞ്ഞു. വൃക്കദാനം ചെയ്തവർക്കും സ്വീകരിച്ചവർക്കുമായി മാർച്ച് 10 തൃശൂരിൽ അഖില കേരള സ്പോർട്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. കോർപ്പറേഷൻ സ്റ്റേഡിയം, VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. വൃക്കദാനം ചെയ്തവർക്കും സ്വീകരിച്ചവർക്കും സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് വൃക്ക രോഗികളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുകയാണ് മീറ്റിന്റെ ലക്ഷ്യം. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് രാജ്യത്താദ്യമായി ഇത്തരമൊരു മീറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് തോമസ് ജോസഫ്, സാജു ചാക്കോ, PS ഫ്രാൻസിസ് തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്യൂൺ വാച്ച്മാൻ തസ്തികയിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താൻ അനുവദിക്കില്ലെന്ന് യുവമോർച്ച. പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ കിരണം പദ്ധതി. സൗജന്യ ചികിത്സയും ബോധവൽക്കരണവുമായി ബീച്ച് ആശുപത്രിയിൽ ആരോഗ്യ കിരണം ഹെൽത്ത് മേള.
മൃഗഡോക്ടർമാരുടെ സമരം 10ാം ദിനം പിന്നിട്ടു. സർക്കാർ അനാസ്ഥ തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.